നമസ്കാരം, ഞാൻ ബിജുകുമാർ. ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. Vedic4.com ഞങ്ങളുടെ ഓൺലൈൻ ആസ്ട്രോളജി സർവീസാണ്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഏതൊരു ആവശ്യത്തിനും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന മേടക്കൂറുകാർക്ക് ഈശ്വരാധീനം പൂർണ്ണമായിട്ടും ഉണ്ടാകും. പ്രവർത്തന മികവ്, ധനയോഗം എന്നിവ ഉണ്ടാകും. അനുഭവ യോഗമുണ്ട്. വിദേശ യാത്രകൾ, ദൂരദേശ യാത്രകളൊക്കെ ഗുണപ്രദമാകും. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കാണുന്നുണ്ട്. ഈശ്വരാധീനം പൂർണ്ണമായും അനുകൂലമായിരിക്കും. പ്രവർത്തന മികവ് അനുഭവപ്പെടും. അനുഭവ യോഗം കാണുന്നുണ്ട്. കുടുംബത്തിലെ മുതിർന്നവരുമായി തർക്ക വിഷയത്തിൽ നിന്ന് ഒഴിവാകുക. മകയിരം, അര, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുനക്കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ ധനം ധാരാളം വരുന്ന ഒരു മാസ കാലഘട്ടമാണ്. യാത്രകൾ വളരെയധികം അനുകൂലമായിരിക്കും. പുണർതം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം പൂർണ്ണമായും കാണുന്നു. തൊഴിൽ മേഖലകളിൽ പ്രവർത്തന മികവ് ഉണ്ടാകും. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങക്കൂറുകാർ തർക്ക വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മനസ്സിൽ വളരെയധികം സന്തോഷകരമായിട്ടുള്ള നിലപാടുകളുണ്ടാകും. ഈശ്വരാധീനം പൂർണ്ണമായും വർദ്ധിക്കും. ധനപരമായിട്ടുള്ള ചിലവുകൾ വർദ്ധിക്കും. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സഹോദര ഗുണമുണ്ടാകും. മനസ്സിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. തടസ്സങ്ങൾ മാറിവരും. കുടുംബത്തിൽ നിന്ന് ഐശ്വര്യം ഉണ്ടാകും. ഈശ്വരാധീനം ഉണ്ടാകും. ചിത്തിര, അര, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന തുലാക്കൂറുകാർക്ക് ബുദ്ധിപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. ബിസിനസ്സിൽ നിന്ന് ധനനേട്ടമുണ്ടാകും. പ്രവർത്തന മികവ് ഉണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിലനിൽക്കും. വിശാഖം അവസാനത്തെ കാൽ, അനിഴം, കേട്ട വിദ്യാഭ്യാസത്തിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. സർക്കാരിൽ നിന്ന് നേട്ടമുണ്ടാകും. സഹോദര ഗുണമുണ്ടാകും. യാത്രകൾ ഗുണപ്രദമായിരിക്കും. മനസ്സിൽ ആഗ്രഹിക്കുന്നത്ര ധനം ലഭിക്കും. മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം ധനയോഗം, യാത്രാ നേട്ടം, തൊഴിൽ തടസ്സം, അബദ്ധങ്ങൾ പറ്റാതെ സൂക്ഷിക്കണം. ഉത്രാട, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര, മകര കൂറ് വിദേശ യോഗം, അനുഭവ യോഗം, ധനപരമായിട്ടുള്ള നേട്ടം, ബിസിനസ്സിൽ വിജയം, വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം. അവിട്ടം, അര, ചതയം, പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം കുംഭക്കൂറ് യാത്രകളിൽ നിന്ന് നേട്ടമുണ്ടാകും. വിദേശ യോഗം, ധനയോഗം, വിദ്യാവിജയം, സർക്കാർ ജോലികളിൽ പ്രമോഷൻ, സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. പൂരിട്ടാതി അവസാന കാൽ, ഉത്രട്ടാതി, രേവതി, മീനക്കൂറ് ഈശ്വരാധീനം, ധനപരമായിട്ടുള്ള യോഗമുണ്ടാകും. ഗൃഹത്തിൽ സന്തോഷാനുഭവങ്ങളുണ്ടാകും.